പ്രിയമുള്ള സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന ലികുല്ലി നഫ്സിൻ ളലമത്. അക്രമം പ്രവർത്തിച്ച ഓരോ വ്യക്തിക്കും ഭൂമിയിലുള്ളത് മുഴുവൻ കൈവശമുണ്ടായിരുന്നാൽ പോലും അതയാൾ പ്രായശ്ചിതമായി നൽകുമായിരുന്നു. ശിക്ഷ കാണുമ്പോൾ അവർ ഖേദം മനസ്സിൽ ഒളിപ്പിക്കുകയും ചെയ്യും. അവർക്കിടയിൽ നീതി അനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും. അവരുടെ അനീതി കാണിക്കപ്പെടുകയുമില്ല. അപ്പോൾ അക്രമം പ്രവർത്തിച്ച ജനങ്ങൾ എന്ത് ചെയ്യും? മനുഷ്യർ ഭൂമിയിലുള്ളത് മുഴുവനും അവർ പ്രായശ്ചിത്തം ചെയ്യും. അവരുടെ കയ്യിൽ ഭൂമിയിൽ മുഴുവനും അവരുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ അവർ പ്രായശ്ചിത്തം ചെയ്യുമായിരുന്നു. കാരണം അത്രക്കും ഭയങ്കര ശിക്ഷയുടെ കാഠിന്യം കാണുമ്പോൾ അവരതൊക്കെ പ്രായശ്ചിത്തം കൊടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും അല്ലേ. നമ്മളൊക്കെ എന്തെങ്കിലും പോലീസ് കേസ് പെട്ട് കഴിഞ്ഞപ്പം ഒരു പെൺകുട്ടി ബസ്സിൻ്റെ ചില്ല് അടിച്ച് പൊളിച്ചിരുന്നല്ലോ, ഉദ്ദേശിച്ച സ്ഥലത്ത് ഇറക്കി കൊടുക്കാത്തതിൻ്റെ പേരിൽ. അവസാനം ഒത്തുതീർപ്പാക്കേണ്ടി വന്നു. കാരണം KSRTC കളിച്ചിട്ട് കാര്യമില്ല. പിതാവും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഒരു പൈസ കൊടുത്ത് എല്ലാവരും വേറെ രക്ഷയില്ല. അല്ലെങ്കിൽ കേസും കോടതിയും ഒക്കെ ജയിൽ ശിക്ഷയൊക്കെ അനുഭവിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് പൈസ കൊടുത്ത് ഒഴിവാക്കാം. അപ്പോൾ ഇതിൽ വലിയ അവർ കൊടുത്ത് 25,000 രൂപയാണ്. പക്ഷേ 1,00,000 അവർ കൊടുക്കേണ്ടി വരും. കാരണം ഭയങ്കര പ്രശ്നം. കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഗൾഫിലേക്കുള്ള പോക്ക്, വിസ, പാസ്പോർട്ട് ഒന്നും കിട്ടില്ല. പല പ്രശ്നങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്തും കൊടുക്കാൻ തയ്യാറാവും. നമുക്കെപ്പോൾ നമ്മുടെ ജീവനായിരിക്കും വലുത്. ഇപ്പോൾ നമ്മൾ ഒരാളെ വെള്ളത്തിൽ മുങ്ങി താഴുന്നൊരു വ്യക്തിയെ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരാദ്യം നമ്മളെ മുക്കി താഴ്ത്താനാണ് ശ്രമിക്കുക. മനസ്സിലായി? കാരണം അവർക്ക് ശ്വാസം കിട്ടാതെ അവർ കഷ്ടപ്പെടുക. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? നമ്മളെ ആ ശ്വാസം കിട്ടാൻ വേണ്ടി വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉയരാൻ വേണ്ടി അവർ നമ്മളെ ശക്തിയായിട്ട് പിടിച്ചു അല്ലേ. ഒരു കല്ല് കിട്ടിയാൽ, ഒരു മരം കിട്ടിയാൽ ശക്തിയായി പിടിക്കും മരണപ്രാവത്തിൽ. അപ്പോൾ നമ്മളാണ് പിടിക്കാൻ ചെല്ലും. നമ്മളവർ ശക്തിയിൽ പിടിച്ച് എങ്ങനെയെങ്കിലും വെള്ളത്തിൻ്റെ മുകളിലേക്ക് തല എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമ്മൾ അവരുടെ വെയിറ്റ് നമ്മൾ തല താന്നു പോകും. അതൊന്നും അവർ നോക്കില്ല. കാരണം അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്യുകയാണ്. ചിലപ്പോൾ ശരീരം ചെയ്യുകയായിരിക്കും, ചിലപ്പോൾ അവർ ചെയ്യുകയായിരിക്കും, എന്തായാലും അറിയില്ല. പക്ഷെ നമ്മൾ വെള്ളത്തിലകപ്പെട്ടു പോയ ആൾക്കാരെ നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കും. നമ്മൾ ആദ്യം നല്ല നീന്തം മറന്നിരിക്കണം. അല്ലാത്തവർ പോയി കഴിഞ്ഞാൽ നമ്മളും കൂടി ആപത്തിൽ പെടുമെന്നാണ് ഇതിനെപ്പറ്റി അറിവുള്ളവർ പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ജീവനെ നമ്മൾ നോക്കുക. സ്വന്തം പിതാവ് സ്വന്തം മക്കളെ കൊടുത്തിട്ട്, തണ്ടമായിട്ട് കൊടുത്തിട്ട് തൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. മക്കളാവട്ടെ പിതാവിനെ കൊടുക്കും, അല്ലെങ്കിൽ മാതാവ് മകനെ കൊടുക്കും, മാതാവ് മക്കളെ കൊടുക്കും. അതൊക്കെ എങ്ങനെയെങ്കിലും ശിക്ഷയിൽ രക്ഷപ്പെടാൻ വേണ്ടി. അത്രക്കും ബീഭത്സമായിരിക്കും നരകത്തിലെ ശിക്ഷ. അപ്പം അതുകൊണ്ട് ആ നരകത്തിലെ ശിക്ഷയെ നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ കാവൽ തേടുക. അതുപോലെ തന്നെ നമ്മൾ തെറ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നന്മകൾ മാത്രം ചെയ്യുക. നന്മകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാൻ ശ്രമിക്കുക. ഒരിക്കലും തിന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഇരിക്കരുത്. മനസ്സിലായി? ഇപ്പോൾ മദ്യം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്ന് നമ്മളും മദ്യം കഴിച്ചു പോകും കുറേ കഴിയുമ്പോൾ. അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നവരാണ് നമ്മുടെ കൂട്ടുകാരെങ്കിൽ നമ്മളും ചെയ്യും. കുറേ കഴിയുമ്പം സിഗരറ്റ് വലിക്കല്ലെങ്കിൽ അവരുടെ പുകയെങ്കിലും ശ്വസിക്കേണ്ടി വരും. അപ്പം എപ്പോഴും നമ്മൾ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിലിരിക്കുക. അപ്പം നമുക്ക് തിന്മയിലേക്ക് പോകാൻ തോന്നില്ല അല്ലേ. അപ്പോൾ പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ നമസ്കാരത്തിന് നമ്മൾ പള്ളിയിൽ പോവുകയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് പള്ളിയിലുള്ള മറ്റ് സുഹൃത്തുക്കൾ നമുക്ക് സുഹൃത്തായി ലഭിക്കും. അതിനവർ നമ്മുടെ വീട്ടിലേക്ക് വരും. അവർ ചില നല്ല പുസ്തകങ്ങൾ തരും, നമ്മൾ വായിക്കും. അങ്ങനെ കൂടുതൽ ഈമാൻ വർദ്ധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും വിശ്വാസികളുമായിട്ടുള്ള സഹവാസം ചെയ്യണം, സഹവസിക്കണം. അവിശ്വാസികളുമായി ബന്ധപ്പെട്ടിരുന്നാൽ നമ്മളും അവിശ്വാസികളായി മാറും. പ്രായശ്ചിത്തമായി നൽകുമായിരുന്നു. ശിക്ഷ കാണുമ്പോൾ അവർ ഖേദം മനസ്സിൽ ഒളിപ്പിക്കുകയും ചെയ്യും. അവർക്കിടയിൽ നീതി അനുസരിച്ച് തീർപ്പ് കൽപ്പിക്കപ്പെടുകയും ചെയ്യും. അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര അതിയായ ഖേദമുണ്ടാകും. കാരണം ഭൂമിയിൽ അവരെന്ത് ചെയ്യും? മറ്റ് സുഹൃത്തുക്കളെ അഹങ്കാരത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടി കുറച്ച് പണക്കാരെയോ അല്ലെങ്കിൽ മറ്റ് കഴിവുള്ളവരുടെ സുഹൃത്തായി സ്വീകരിച്ച് ആ സുഹൃത്ത് കാരണമായിരിക്കും പലരും ഈ തിന്മ അതിൽ പോകുന്നത്. എനിക്കൊരു വ്യക്തി അറിയാം. അദ്ദേഹം നല്ല ദൈവവിശ്വാസിയായിരുന്നു. രാവിലെ സുബഹി നിസ്കരിച്ച ശേഷമാണ് അദ്ദേഹം ഒരു ജോലി ചെയ്യുന്നത്. ഒരു
അദ്ദേഹം പിതാവിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി പോകും. എന്നിട്ട് അവിടുന്ന് കോളേജിലേക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു വ്യക്തിയാണ്. പിന്നീട് എന്ത് ചെയ്തു, കോളേജിൽ ഒരു നിരീശ്വരവാദി സുഹൃത്തുക്കളുടെ കൂടി ആ വ്യക്തി എന്ത് ചെയ്തു, നിരീശ്വരവാദിയായിട്ട് മാറി. അപ്പോൾ ഈ സുഹൃത്തുക്കളാണ് നമ്മളെ വഴിവെപ്പിക്കുന്നത്. എനിക്കിങ്ങനെ 2-3 പേരറിയാം, ഒക്കെ അവരുടെ സുഹൃത്തുക്കൾ നിരീശ്വരവാദിയാണ്. അതുപോലെ നമ്മൾ ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ കണ്ടിട്ടുണ്ടല്ലോ. അതിൽ ഒരു മാതാവും മകനും. മാതാവ് വളരെ ചിട്ടയോടെയാണ് മകനെ വളർത്തിയത്. പക്ഷേ മകൻ്റെ കൂട്ടുകെട്ട് ചിലപ്പോൾ മോശമായി. മാതാവ് പലതവണ താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ കൂടെ നടക്കരുതെന്ന്, പക്ഷെ കേട്ടില്ല. അവസാനം പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. സിനിമയായാലും ജീവിതത്തിൽ നടക്കുന്നതാണല്ലോ. പറഞ്ഞു വരുന്നത് നമ്മളെപ്പോഴും കൂട്ടുകെട്ട് നന്നാക്കണം. കൂട്ടുകെട്ട് നന്നാക്കിയിട്ടില്ലെങ്കിലോ നമ്മൾ നരകാവകാശികളുടെ കൂട്ടത്തിൽ പതിക്കും. പിന്നെ എപ്പോഴാണ് ശ്രദ്ധിക്കുക, തീർച്ചയായും ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമൊക്കെ അള്ളാഹുവിൻ്റേതാകുന്നു. ശ്രദ്ധിക്കുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാകുന്നു. പക്ഷേ അവരിലധികം പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. അപ്പം ലോകം മുഴുവൻ നമ്മൾ കാണുന്നതും കാണാത്തതും ഒക്കെ അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹുവിൻ്റേതല്ലാതെ ഒന്നുമില്ല. എല്ലാം ഒരു മായയാണ് എന്ന് പണ്ട് സന്യാസി പറഞ്ഞിരുന്നു. ഒരു സിനിമയിലാണ് ശരിക്കും നടന്ന സംഭവമാണ്, സിനിമയിലും ഉണ്ടായിരുന്നു തോന്നുന്നു. സന്യാസിയെ പ്രസംഗിക്കാൻ വിളിച്ചു. അതുപോലെ മായയാണ്, അത് മരങ്ങളിലിരിക്കുന്ന ആ ഇരിപ്പിടം മായയാണ്, സ്റ്റേജ് മായയാണ്, മൈക്ക് മായയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു മായയാണ്. അപ്പോഴാണ് മതങ്ങൾക്ക് ആന വന്നത്. അപ്പോൾ ആനയും മായയാണ്. എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ഇയാൾ ആനയുടെ ചവിട്ടേറ്റ് മരിക്കുകയും ചെയ്തു. അത് തമാശയായിട്ടാണെങ്കിലും സംഭവം അദ്ദേഹം പറഞ്ഞ കുറേയൊക്കെ ശരിയാണ്. എല്ലാം മായയാണ്, എല്ലാം അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു ഇല്ലെങ്കിൽ ഒന്നും നിലനിൽപ്പില്ല. അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ. അമ്പലച്ചുംബികളായ മലകളൊക്കെ നമ്മളിങ്ങനെ കാണും, കാലങ്ങളായി നിൽക്കുന്നത്. യുഗങ്ങളോളം മലകൾ തലയൊത്ത് നിൽക്കുന്ന നമ്മൾ കാണും. പക്ഷേ പെട്ടെന്ന് സുപ്രഭാതത്തിൽ അത് പൊട്ടിത്തകർന്ന് ഒരു സമതലം പോലെയാവുന്നത് നമ്മൾ കാണുന്നു. ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? അള്ളാഹു. ആ മലയ്ക്ക് അവിടെ നിൽക്കാൻ, ഇത്രയും കൊല്ലം നിൽക്കാൻ അവിടെ അനുമതി കൊടുത്തത് കൊണ്ട് മാത്രമാണ് ആ മല അവിടെ നിൽക്കുന്നത്. ഇത് നല്ല ബോഡി ബിൽഡ്, നല്ല മസിൽമാനുള്ള വ്യക്തി, നല്ല ആരോഗ്യമുള്ള വ്യക്തി, എന്തു കാര്യങ്ങളും ചെയ്യും. വളരെ പ്രയാസപ്പെട്ട ജോലികളും ഭാരവും ഒക്കെ അയാൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യും. അയാളെ മസിലൊക്കെ കണ്ടാൽ ആരും നോക്കി നിന്ന് പോകും, 6 പാക്ക്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയോ ആരോഗ്യം ക്ഷയിക്കുകയൊക്കെ ചെയ്യും. കാരണം എന്താണ്? അള്ളാഹു കൊടുത്താണ് ആരോഗ്യം. ആ ആരോഗ്യം എത്ര കാലം നിലനിൽക്കണം അള്ളാഹുവിൻ്റെ നിശ്ചയമുണ്ട്. ആ നിശ്ചയം കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അസ്തമിക്കും, അതൊക്കെ താറുമാറാവും. ഒരു സിൻഡ്രല്ല എന്ന കുട്ടിയുടെ കഥ ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ ഒരു രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദി അവൾക്ക് എന്ത് ചെയ്യും, ഒരു മത്തങ്ങയെ മന്ത്രം ചൊല്ലി ഒരു രഥമാക്കി മാറ്റി, നല്ല ഭംഗിയുള്ള രഥമാക്കി ഒക്കെ മാറ്റി കൊടുക്കും, നല്ല ഭംഗിയുള്ള വസ്ത്രം കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കൃത്യസമയം എത്തിയപ്പോൾ അതിൻ്റെ ഒക്കെ പഴയ അവസ്ഥയിലേക്ക് പോകും. ആ മന്ത്രവാദി പറഞ്ഞിട്ടുണ്ട് ഇത്ര സമയത്തിന് എത്തിപ്പോകണം, അല്ലെങ്കിൽ ഇതൊക്കെ പഴയ അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാം പഴയ അവസ്ഥയിലേക്ക് പോയി. അപ്പം ഈ രഥവും ഒക്കെ എന്താ ശരിക്കും ആ മന്ത്രവാദി കൊടുത്താണ്. അതുപോലെ തന്നെ അള്ളാഹു മന്ത്രവാദി ആക്കിയില്ല. പക്ഷേ ഉദാഹരണത്തിന് പറഞ്ഞാണ് മാതുള്ള. അപ്പം അതുപോലെ അള്ളാഹു കൊടുത്തതാണ്. അള്ളാഹു ഉണ്മ കൊടുത്തത് കൊണ്ടാണ് ഈ മരങ്ങളൊക്കെ പച്ച ഇല വിടർത്തി നിൽക്കുന്നതും സൂര്യപ്രകാശം സ്വീകരിച്ച് അത് നമുക്ക് ഭക്ഷണം നൽകുന്നതൊക്കെ ഈ അള്ളാഹുവിൻ്റെ താല്പര്യപ്രകാരമാണ്. അള്ളാഹു വേണ്ടാന്ന് പറഞ്ഞതൊക്കെ എന്ത് ചെയ്യും? തകരും. അതുകൊണ്ടാണ് ഖുറാന് പോലും നിലനിൽപ്പില്ല എന്ന് പറയുന്നുണ്ട്. ഹദീസുകളിൽ അന്ത്യനാളായ ഖുറാന് പോലും നിലനിൽപ്പുണ്ടല്ല, ഖുറാൻ തകരും, കഅബ തകരും ഒക്കെ പറയുന്നത് അതിൻ്റെ പേര്. കാരണം വെച്ചാൽ ഒന്നുമില്ല, ലാ ഇലാഹ, ഒന്നുമില്ല അള്ളാഹു അല്ല. ആ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഖുറാനെയും കഅബയും എല്ലാം അള്ളാഹു തകർന്നു പോകുമെന്ന് പറയുന്നത്. മറ്റല്ലാത്ത പക്ഷെ എന്ത് മനുഷ്യർ കരുതും ഖുറാൻ വലുതാണ് അല്ലേ. നമ്മുടെ ഏതൊരു മുസ്ലിമിൻ്റെ ആഗ്രഹം എന്താണ്? ഖുറാനും കഅബയും തകരരുത്, പിന്നെ മദീന തകരരുത് എന്നൊക്കെയാണ് നമ്മളെ ബൈത്തുൽ മുഖദ്ദസ് തകരരുത് എന്നൊക്കെയാണ് നമ്മളെ ധാരണ. പക്ഷേ അങ്ങനെയൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ അതൊക്കെ വലുതാണ്. പക്ഷേ അതും അള്ളാഹുവിനെ പോലെ വലുതാണെന്നുള്ള ധ്വനി വരും. അപ്പോൾ ഒന്നുമില്ല,
നമ്മൾ വലിയ വിഗ്രഹമായി കണ്ടു കിടക്കുന്ന കഅബയും ഖുർആനും ഒക്കെ അന്ത്യനാൾ എടുക്കുമ്പോൾ തകരും. അത് മുന്നോടിയായി കൊണ്ടും തകരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി തീർക്കാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ അള്ളാഹു ഉദ്ദേശിക്കാതെ ഭൂമിയിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റെതാണ്. ആ രാജാതിരാജനെ അള്ളാഹുവെ നമ്മൾ സ്നേഹിക്കുക, അവനെ ആരാധിക്കുക, അവനോട് എപ്പോഴും നമ്മൾ സഹായം തേടുക, അവൻ്റെ സൃഷ്ടികളോട് ഒരിക്കലും നമ്മൾ സഹായം തേടാതിരിക്കുക. യഥാർത്ഥ മുത്തക്കിങ്ങൾ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.